ഇന്ന് വളരെ എളുപ്പത്തിലും സിമ്പിളായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ചപ്പാത്തിക്കും ബ്രെഡിനൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു മുട്ട കൊണ്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 5-8 ചെറിയുള്ളി, 2 പച്ചമുളക്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. അപ്പോൾ ഇതൊക്കെ മിക്സിയിലൊന്ന് ചതച്ചെടുക്കുക. ഇത് കുറച്ചേ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് ചതച്ചെടുക്കുന്നത്. അപ്പോൾ 3 നമ്മൾ വിരലിലിട്ടൊന്ന് ചതച്ചതിന് ശേഷം മാറ്റി വെക്കും. ഇനി ഇതിലേക്ക് ചേർക്കുന്ന മസാലകൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, ഗരം മസാല. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിക്കുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴറ്റുക. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. അതൊന്ന് നിറം മാറി വന്നു കഴിഞ്ഞാൽ ഒരിടത്തരം സവോള ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി, ഇത് വാടി കിട്ടാനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വാടി കളർ മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. ഒരു ഇടത്തരം തക്കാളി മതി. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിൻ്റെ കളറും ഒന്ന് മാറി വരും. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ടാവും. ഇനി ഈ സമയത്ത് നമ്മൾ 3 മുട്ടയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 3 മുട്ടയെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിനനുസരിച്ചിട്ട് സവാളേൻ്റെയും തക്കാളീൻ്റെയും ഒക്കെ എണ്ണം കൂട്ടിയാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ആ മുട്ടയിലും കൂടെ ഒന്ന് ഉപ്പ് ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോകാത്ത വിധത്തിൽ വേഗം ചിള്ളിയെടുക്കുക. അടിയിൽ പിടിക്കാനും പാടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. വേറെ ഇനി ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മളെ റെസിപ്പി ഇതാണ്. അപ്പോൾ ഇത് ബ്രെഡിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ ഇത് ബ്രെഡിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നല്ല നല്ല വീഡിയോസുമായിട്ട് നാളെ കാണാം.